എല്ലാവർക്കും നമസ്കാരം. പച്ചവെളിച്ചം ഇപ്പോൾ പയ്യന്നൂർ തെക്കേ ബസാറിലെ ശ്രീ നമ്പ്യാത്രക്കോവിൽ ശിവക്ഷേത്രത്തിന് മുന്നിലാണുള്ളത്. ഇന്ന് മഹാശിവരാത്രിയാണ്. ശൈവ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ള ഒരു സുദിനമാണ് ശിവരാത്രി. ഹിന്ദുക്കളുടെ പ്രധാന ആരാധനാമൂർത്തികളിൽ ഒന്നാണ് ശിവഭഗവാൻ. അതുകൊണ്ട് തന്നെ ഹിന്ദുക്കളിലും അതുപോലെ തന്നെ അതിലൊരു പ്രബല വിഭാഗമായിട്ടുള്ള ശൈവ ഭക്തരിലും ഏറെ പ്രാധാന്യമുള്ള ഒരു ദിനമാണ് മഹാശിവരാത്രി ദിനം അഥവാ ശിവരാത്രി ദിനം. ഈ ദിനത്തില് നമ്മുടെ കുംഭമാസത്തിലെ 13-ാം രാവും അതുപോലെ തന്നെ 14-ാം പകലുമാണ് ശിവരാത്രി എന്ന രീതിയിൽ നമ്മൾ ആചരിക്കുന്നത്. ഈ ശിവരാത്രി ദിനത്തില് വലിയ രീതിയിൽ ഭക്തജനങ്ങള് ശിവക്ഷേത്ര സന്ദർശനം നടത്തും. ഈ ക്ഷേത്രം ഏറെ ഭക്തരുടെ സാന്നിധ്യമുള്ള ക്ഷേത്രമാണ്. തിങ്കളാഴ്ചയും അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസങ്ങളിലും ഏറെ ഭക്തരാണ് ഈ ക്ഷേത്രത്തിലെ നിത്യസന്ദർശകരായിട്ടുള്ളത്. അതുപോലെ തന്നെ ഏറെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങള്, നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്ന ക്ഷേത്രം എന്നുള്ള രീതിയിലും ഈ ശിവക്ഷേത്രത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. ഈ ശിവരാത്രി ദിനത്തില് നമ്മുടെ ഭക്തര് വ്രതം നോക്കും, അതുപോലെ തന്നെ അവരെ നോമ്പ് നോക്കും. അങ്ങനെയുള്ള ഒരുപാട് വ്യത്യസ്തമായ ആചാരങ്ങള് അതുപോലെ തന്നെ അനുഷ്ഠാനങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ദിനം എന്നുള്ള രീതിയിലും ഈ ശിവരാത്രി ദിനം ഏറെ പ്രശസ്തമാണ്, പ്രാധാന്യമുള്ളതാണ്. പയ്യന്നൂർ ശ്രീ നമ്പ്യാത്രക്കോവിൽ ശിവക്ഷേത്രത്തിലെ ശിവരാത്രി കാഴ്ചകളാണ് പ്രേക്ഷകരുമായിട്ട് പച്ചവെളിച്ചം പങ്കുവെക്കുന്നത്. ആ കാഴ്ചകളിലേക്ക് പാനവെള്ളം കഴിഞ്ഞോ? ലൈവാന്ന് പാനവെള്ളം ഉണ്ടല്ലോ, കുറച്ച് പാനവെള്ളം ഇങ്ങോട്ട് കുടിച്ചുകൂടി. നമ്മള് പാനകവെള്ളം എടുത്ത് ഇത് അമ്പലത്തിന്റെ ആയി ബന്ധപ്പെട്ട ആൾക്കാരല്ലേ കൊടുക്കുന്നല്ലേ? അതെ, നല്ല ചൂടുണ്ടല്ലേ? പാനകവെള്ളം ഇവിടുന്ന് ശിവരാത്രി ദിനത്തില് ഭക്തർക്ക് കൊടുക്കുന്ന ഒരു ഔഷധ മൂല്യമുള്ള ഒന്നാണ് പാനകവെള്ളം. അത് കൊടുക്കാൻ വേണ്ടിയിട്ട് വളരെ സജീവമായിട്ടുണ്ട് നമ്മുടെ വിശ്വാസികളായ ആളുകളൊക്കെ. അതൊരു രോഗ നിവാരണമുള്ള ഔഷധ മൂല്യമുള്ള ഒരു ജലമായിട്ടാണ് അതിനെ കാണുന്നത്. ആ അർത്ഥത്തിൽ അതിന് ഏറെ പ്രാധാന്യമുണ്ട്. വീടുകളിൽ കൊണ്ടുപോയി കുടുംബസമേതം അതൊക്കെ കഴിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പാനകവെള്ളം നമ്മുടെ ആളുകൾ കഴിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അത് വളരെ ഇവിടെ കേട്ടോ, കുറച്ചുണ്ട് കേട്ടോ, ഞാൻ എടുത്തില്ല. നമുക്ക് പാനവെള്ളം കഴിക്കുന്നത് എന്താണ്? ലൈവാണ്. എന്താണ് ഈ പാനകവെള്ളത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എന്താണ് ലൈവാണ്? പാനവെള്ളം എന്ന് പറഞ്ഞാല് നമ്മള് ശിവക്ഷേത്രത്തില് മഹാശിവരാത്രി ദിനത്തിൽ കൊടുക്കുന്ന ഔഷധ ഗുണമുള്ള ഒരു പാനീയമാണ് ഏത്? പാനകവെള്ളം. അത് കഴിച്ചില്ലേ? കഴിച്ചു. രാജേട്ടാ, ലൈവാന്നേ. എന്താണ് ഈ പാനകവെള്ളത്തിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് പറ. എന്താണ് ലൈവാന്ന് പറ. മഹാശിവരാത്രി ദിവസങ്ങളിൽ നോമ്പ് നോക്കുന്നവര് ഇത് വീട്ടിലുള്ള ഭഗവത്പ്രസാദമായിട്ടുള്ള ഈ പാനകം കഴിച്ചാണ് വ്രതം മുറിക്കുന്നത് അല്ലെ? ആ അർത്ഥത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ഇതിന് സ്ഥിരമായിട്ട് ഒരു കുടുംബം കൊടുക്കുന്നതാണ്. എന്താ, ഏത് കുടുംബമാണ് കൊടുക്കുന്നത്? ആ കുടുംബക്കാര്
നിങ്ങൾ ആ കുടുംബം കൊടുക്കുന്നതല്ല, സ്ഥിരമായിട്ട് പണ്ട് ചെറുപ്പം മുതലേ നമ്മൾ കാണുന്നതാണ്, ഇത് കൊടുക്കുന്നതാണ്. ഇതിന് ചേരുവ എന്തെല്ലാം അതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം രാജേട്ടന്? ആ ആ ആ അതൊക്കെ അതിനൊരു പ്രത്യേക കൂട്ടുണ്ടല്ലേ? ഉണ്ട്. ഇത് വ്രതം മുറിക്കാൻ വേണ്ടിയിട്ടല്ലേ? നമ്മളെ വ്രതം മുറിക്കാൻ വേണ്ടിയിട്ട് എപ്പാ ശരിക്ക് പിന്നെ മഹാശിവരാത്രി ദിനത്തിലെ വ്രതം തുടങ്ങുന്നത് രാവിലെ തുടങ്ങുക. ഇത് രാവിലെ തുടങ്ങിയിട്ട് ആഹാരം ഉപേക്ഷിച്ച് ചെയ്യുന്നവർ ആദ്യം കൊടുക്കുന്നത് ഇതാ കുടിക്കല്. അത് ശരി. അല്ലാതെ ഇതിലെ പ്രധാനം ആ പാനകവെള്ളം ആയിക്കോട്ടെ. പാനക ആ ഉണ്ട്. എന്നിട്ട് അമ്പലത്തില് ലൈവാണ് ഇന്ന്. തിരക്കെങ്ങനെ എന്തെല്ലാം ഇന്ന് പരിപാടി? ഇന്ന് പരിപാടി പറ, ആരാ വെച്ചാല്? ആ പറഞ്ഞോ, നീ പറഞ്ഞോ. വളരെ ഭംഗിയായി നടക്കുന്നത്. രാവിലെ മുതലേ ഭഗവാൻ ഭക്തജനത്തിരക്കാണ്. അമ്പലത്തിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് ശേഷം നടക്കുന്ന ആദ്യത്തിലെ ശിവരാത്രിയാണ്, ഗോപുര നിർമ്മാണത്തിന് ശേഷം. അപ്പൊ അതിൻ്റെതായ മാറ്റങ്ങളുണ്ട്. അമ്പലത്തിൽ നിർമ്മാണ പ്രവർത്തനം പുരോഗമിച്ചതിന്റെ ഭാഗമായിട്ട് അമ്പലത്തിൽ വൻ ഭക്തജനത്തിരക്കാണ്. രാവിലെ മുതലേ ഭക്തജനത്തിരക്കുണ്ട്. ഇപ്പോൾ അത് തുടരുന്നു. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് തിരുവാതിരക്കളിയും മറ്റ് കലാപരിപാടികളും നടക്കാറുണ്ട്. വളരെ സജീവമായിട്ട് ആളുകളല്ലേ, ആളുകളെ പിന്നെ വന്ന ആളുകളെയൊക്കെ സ്വീകരിക്കാൻ ആവശ്യമായ സജ്ജീകരണങ്ങള് ഭക്തർക്ക് പിന്നെ വളരെ പ്രയാസമില്ലാതെ പിന്നെ ഭഗവാനെ തൊഴുവാനുള്ള അങ്ങനെയുള്ള ക്രമീകരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടോ? ഉണ്ടല്ലേ? ആ അല്ല, അതാ വേണ്ടത്. കാരണം എന്ന് പറഞ്ഞാൽ ക്ഷേത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് വരുന്നത് ഭക്തരോട് നല്ല ഒരു സമീപനം സ്വീകരിക്കുക എന്നതാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവരുടെ പ്രധാനപ്പെട്ട കടമ. അത് കൃത്യമായി നിർവഹിക്കപ്പെടണം. അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ കൗണ്ടർ, അങ്ങനെയുള്ള പിന്നെ റെസീറ്റ് ആക്കാനുള്ള കൗണ്ടർ, അങ്ങനെ സംവിധാനങ്ങളുണ്ട്. എല്ലാ സ്ഥലത്തും തിരക്കില്ലാത്ത രീതിയിൽ നട അടച്ചുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ തിരക്ക്. നല്ല ക്രമാതീതമായിട്ട് കമ്മിറ്റിയും ബന്ധപ്പെട്ട ആൾക്കാരും നേതൃത്വം മുന്നോട്ടേക്ക് പോകും. ആയിക്കോട്ടെ, വരുന്നില്ലല്ലോ. ഓക്കെ, അതാണ് പറയാനുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവക്ഷേത്രത്തിലെ ഒരു പ്രത്യേകത, എന്റെ വീടിന്റെ അടുത്തുള്ള ക്ഷേത്രമാണ്. വളരെ ചെറിയ പ്രായം മുതൽ തന്നെ ഈ ക്ഷേത്രത്തിന്റെ ജീർണാവസ്ഥയിലുണ്ടായിരുന്ന ഒരു ക്ഷേത്രത്തിനെ മുന്നോട്ട് നയിക്കുന്നതിൽ ശക്തമായ ഇടപെടൽ നടത്തിയ ഒരു സമീപവാസി എന്നുള്ള രീതിയിൽ തന്നെ വളരെ അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടി പറ്റും. ഈ ക്ഷേത്രത്തിന്റെ ഓരോ വളർച്ചയും അടുത്തുനിന്ന് നോക്കിക്കാണാനും ഇതിന്റെ അകത്തുനിന്ന് അതിനൊക്കെ നോക്കിക്കാണാനും പറ്റിയ ഒരാൾ തന്നെയാണ്. ആ അർത്ഥത്തിൽ തന്നെ ഇവിടെ ഉണ്ടാവുന്ന പിന്നെ നല്ലതല്ലാത്ത പ്രവണതകളെ അതിനിശ്ചിതമായി വിമർശിക്കാനും പച്ചവെളിച്ചം തയ്യാറാവാറുണ്ട്. ഭക്തരോട് വളരെ മാന്യമായ സമീപനം, അവരെ ആ അർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ വലിയ ഒരുപാട് പ്രയാസങ്ങൾക്കിടയിൽ ദേവനോട് അവരുടെ പ്രയാസങ്ങൾ പറയാനും അതോടൊപ്പം തന്നെ അവരുടെ സങ്കടം ഉണർത്തിക്കാനും വേണ്ടിയിട്ടാണ് ക്ഷേത്രങ്ങളിലേക്ക് ഭക്തജനങ്ങൾ പിന്നെ എത്തുന്നത്. അങ്ങനെയുള്ള ഭക്തജനങ്ങൾക്ക് എല്ലാ ആശ്വാസം നൽകുന്ന രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്ഷേത്രത്തിന്റെ അകത്തുണ്ടാക്കാനുള്ള ഉത്തരവാദിത്വം ക്ഷേത്ര ഭരണസമിതിക്കും അതുപോലെ തന്നെ ഇവിടുത്തെ ആഘോഷ കമ്മിറ്റിക്കുമുണ്ട്. ആ അർത്ഥത്തിൽ വളരെ നല്ല രീതിയിൽ അതൊക്കെ നിർവഹിക്കപ്പെടുന്ന ഒരു ക്ഷേത്രം എന്നുള്ള രീതിയിൽ ശ്രീ നമ്പ്യാത്ര കോവിൽ ശിവക്ഷേത്രത്തിനെ കാണാൻ വേണ്ടി കഴിയും. ഒരു ചെറിയ കാലഘട്ടത്തിനുള്ളിൽ വലിയ അർത്ഥത്തിലുള്ള വളർച്ചയാണ് ഈ ക്ഷേത്രത്തിന്റെ പിന്നെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളത്. ഗോപുരത്തിന്റെ നിർമ്മാണം, നടപ്പന്തലിന്റെ നിർമ്മാണം, അതുപോലെ തന്നെ നമ്മുടെ ഇതിന്റെ പിന്നെ നടപ്പാതെ പിന്നെ ഭംഗിയായി നിർവഹിക്കപ്പെട്ട ഒരു കാര്യം, അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ഒരു നിർമ്മാണ പ്രവൃത്തികളും ഈ ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ പ്രത്യേക കൗണ്ടർ, ആൾക്ക് പ്രയാസമില്ലാത്ത രീതിയിൽ പ്രത്യേക കൗണ്ടറുകൾ ഇവിടെ പിന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് വരുന്ന ആളുകൾക്കൊക്കെ ദേവന അർച്ചന നടത്താൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഇവിടെ നടത്തിയിട്ടുണ്ട് എന്നതും വലിയ സന്തോഷത്തോടു കൂടിയാണ് കാണുന്നത്. അതുകൊണ്ട് ഇത്തരം കാഴ്ചകളാണ്. 2 കൗണ്ടറുണ്ട് ഇവിടെ. പ്രസാദം വാങ്ങിക്കാനുള്ള കൗണ്ടറുണ്ട്. പ്രസാദത്തിനല്ലോ എത്ര പൈസ? ലൈവാണ് പൈസ എത്രയാന്ന് കഴിഞ്ഞാലും പൈസയിലും കൂട്ടിനല്ലേ? അല്ല പരമാവധി ഭക്തർക്ക് പിന്നെ ഇത് കച്ചവടക്കാട്ട് പരമാവധി സൗകര്യം ചെയ്തു കൊടുക്കാനുള്ള ഒരു ഇല്ല അല്ലേ? സന്തോഷമായിട്ട് ഏതായാലും പ്രസാദം വാങ്ങിക്കുന്നുണ്ടല്ലോ എല്ലാരും അല്ലേ? ആയിക്കോട്ടെ. ഇതെന്ന സാധനം? തിരുമധുരം. ഇതോ അരവണയാ? കടും പായസം. ആയിക്കോട്ടെ, ഓക്കെ. എന്തുണ്ട് ഭക്ത? ലൈവാണ്. എന്തുണ്ട്? അമ്പലത്തിൽ സ്ഥിരമായിട്ട് വരലുണ്ട? ശിവരാത്രി ആയതുകൊണ്ട് വരുന്ന എല്ലാ ദിവസവും വരലുണ്ട്? ആയിക്കോട്ടെ, സന്തോഷം. എന്തുണ്ട്? ലൈവാന്ന്. എന്താ പിന്നെ ട്രസ്റ്റി ബോർഡ് ചെയർമാനും അതുപോലെ ട്രസ്റ്റി ബോർഡ് അംഗമാണ്. എന്താണ് പറയാനുള്ളത്?
ശിവരാത്രി മഹോത്സവം ആ പിന്നെ രാവിലെ മുതലേ അഭൂതപൂർവമായ തിരക്കാണ്. ആ ഭയങ്കര തിരക്കാണ്. രാവിലെ എന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റാത്ത നല്ല തിരക്കുണ്ടായില്ലേ? നല്ല തിരക്കായിരുന്നു. ആ എല്ലാവരും ജനങ്ങളെല്ലാം വളരെ പിന്നെ എന്താ പറയുക ഒരു പ്രശ്നമില്ലാതെ ഉള്ളിലേക്ക് പോയി വരും. എല്ലാ ക്രമീകരണം വരുത്തിയിട്ടുണ്ട്. നല്ല ക്രമീകരണം, നല്ല സംവിധാനമാണ് ഉള്ളിൽ. എല്ലാവർക്കും പോയി തൊഴാനും അതുപോലെ തൊഴുതിട്ട് നേരെ പുറകിലേക്ക് കൂടി നമ്മുടെ വെളിയിലേക്കൂടെ പോകാനും എല്ലാം കൊണ്ട് നല്ല ശിവക്ഷേത്രത്തെ കുറിച്ച് പൊതുവെ നമ്മുടെ ഭക്തരുടെ ഇടയിൽ നല്ലൊരു അഭിപ്രായം ഉണ്ട്. അത് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തികള്, ഇവിടുത്തെ ഭരണസമിതിയുടെ പ്രവർത്തനം, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഇവിടുത്തെ ജീവനക്കാരുടെ പ്രവർത്തനങ്ങള്, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ കൂടിച്ചേരുമ്പോഴാണ് നമ്മുടെ ഭഗവാന്റെ സാന്നിധ്യം, ചൈതന്യം, ഭക്തരുടെ കൂട്ടായ്മ, അതോടൊപ്പം തന്നെ ഭരണസമിതിയുടെ പ്രവർത്തനം, ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനം, അതോടൊപ്പം തന്നെ ജീവനക്കാരുടെ പ്രവർത്തനം, ഇതൊക്കെ കൂടിച്ചേരുമ്പോഴാണ് ഒരു ക്ഷേത്രം ഒരു മഹാക്ഷേത്രമായിട്ട് മാറുന്നത്. ആ അർത്ഥത്തില് വലിയ രീതിയിൽ വളർച്ചയുണ്ടായ ക്ഷേത്രമാണ്. ആ അതെ, ഉണ്ട്. അതുകൊണ്ട് എല്ലാ അറേഞ്ച്മെന്റ്സും ഉണ്ടാക്കിയിട്ടുണ്ട്. പൊതുവെ ക്ഷേത്രങ്ങളിൽ വരുന്ന സമയത്ത് ക്ഷേത്രങ്ങളിൽ എത്തുക എന്ന് പറഞ്ഞാൽ മനപ്രയാസമുള്ള ആളുകള് അവരുടെ പ്രയാസങ്ങൾ ദേവനുമായിട്ട് പറയുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥനാപൂർവ്വം എത്തുന്നവരാണ്. അവരെ വളരെ മാന്യമായ രീതിയിൽ സ്വീകരിക്കാനും അവരോട് കാരുണ്യത്തോടുകൂടി പെരുമാറാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഒരു കമ്മിറ്റിയുടെ നടത്തിപ്പുകാരുടെ പ്രധാനപ്പെട്ട ചുമതല. ഇത് നിങ്ങളെ രണ്ടാളും ഒരു ഡ്രസ്സിന്റെ യൂണിഫോം ആക്കിയാ ഉണ്ടല്ലേ? ആയിക്കോട്ടെ, എന്ന് പറയണ്ട. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നമ്മള് ക്ഷേത്രത്തിൽ വരുന്ന ആളുകൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ അവരുടെ ഉദ്ദേശം അവരുടെ പ്രാർത്ഥനകൾ പഠിപ്പിക്കാനും മനസ്സംതൃപ്തിയോടെ തിരിച്ചു പോകാനുള്ള നടപടികളിൽ സ്വീകരിച്ചു. റിട്ടയർഡ് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറാണ് ഇത്. ഇതുപോലെ തന്നെ നമ്മുടെ LIC അല്ല, യൂണിറ്റ് അതെ, രണ്ട് പ്രധാനപ്പെട്ട റിട്ടയർഡ് ഹാൻഡ്സ് ആണ് ഇവർ രണ്ടാളും. അതുകൊണ്ട് തന്നെ റിട്ടയർഡ് ഹാൻഡ്സ് അവരുടെ ശ്രദ്ധ ക്ഷേത്രങ്ങളിലേക്ക് ഗുണപരമായി നടത്തുന്നതിന് നേതൃത്വം കൊടുക്കുന്ന രണ്ടാളുകളാണ്. ഇവരെ വ്യക്തിപരമായി ഏറെ പരിചയമുണ്ട് പച്ച വെളിച്ചത്തിന് എന്നതും ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഇവരുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ കൃത്യമായ ചിട്ടയായ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. വലിയൊരു കൂട്ടായ്മയുടെ രൂപപ്പെട്ടിട്ടുണ്ട്. ആ കൂട്ടായ്മ വളരെ ഗുണകരമാണ്. മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ക്ഷേത്രങ്ങളിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിശിതമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന മാധ്യമമാണ്. അതുകൊണ്ട് സൂക്ഷ്മദർശനിയിലോട് കൂടിയിട്ട് അത് നോക്കിക്കാണുന്ന സമയത്ത് ഒരു പോരായ്മയും നിലവിൽ കാണാൻ വേണ്ടി പറ്റാത്ത രീതിയിൽ സുസംഘടിതമായിട്ട് ഈ ക്ഷേത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ ട്രസ്റ്റി ബോർഡിനും ഇവിടുത്തെ ആളുകൾക്കും ആഘോഷ കമ്മിറ്റിക്ക് സാധിക്കുന്നുണ്ട് എന്നത് വലിയ സന്തോഷമാണ്. ഓക്കെ, ഇതാണ് പറയാനുള്ളത്. നമ്മളെ ഈ ക്ഷേത്രത്തിന്റെ നമുക്കൊന്ന് ചുറ്റി വരാം. അയ്യപ്പനുണ്ട് പിറകില്. ഇവിടുത്തെ പ്രധാനപ്പെട്ട നമ്മുടെ പൈനൂക്കാരല്ലാത്ത പ്രേക്ഷകരോട് പറയാനുള്ളത് പറഞ്ഞാല് ഈ ക്ഷേത്രം വളരെ നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ വളരെ സജീവമായി നിന്നൊരു ക്ഷേത്രം കൂടിയാണ്. നമ്മുടെ മുൻ ദേവസ്വം മന്ത്രിയായിട്ടുള്ള രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വിവാദം ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്, വിളക്ക് വെക്കുന്നതുമായി ബന്ധപ്പെട്ട്. അങ്ങനെ ആ വിവാദം മാധ്യമങ്ങളിൽ ആദ്യം അത് വാർത്തയായിട്ട് നൽകിയ മാധ്യമമാണ്. പിന്നീട് അത് മറ്റു മാധ്യമങ്ങൾ പിന്നീട് ഒരു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് ശേഷം ആ വലിയ രീതിയിൽ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് മറ്റു മാധ്യമങ്ങൾ തയ്യാറായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമായ സ്ഥാനമുള്ള ഒരു ക്ഷേത്രം എന്നുള്ള രീതിയിലും ഈ ക്ഷേത്രത്തിന് അറിയാം എന്ന കാര്യവും സൂചിപ്പിക്കുകയാണ്. ഇതാണ് അയ്യപ്പന്റെ പ്രധാനപ്പെട്ട ധർമ്മശാസ്താവിന്റെ ഇവിടെയാണ് അതിന്റെ ആരാധന നടക്കുന്നത്. അർത്ഥത്തിൽ ഇതൊക്കെ ചെമ്പടിച്ച് അത് വളരെ നല്ല രീതിയിൽ അതിനൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിർമ്മാണ പ്രവർത്തനം നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ അയ്യപ്പന്മാര് കെട്ടുനിറക്കാൻ, അതുപോലെ തന്നെ അവിടെ അയ്യപ്പനെ ദർശിക്കാനും ഒക്കെ ആ മണ്ഡലകാലത്തില് മകരവിളക്ക് കാലത്തൊക്കെ ഇവിടെ എത്തുന്ന വലിയ രീതിയിലുള്ള തിരക്ക്, അയ്യപ്പ സാന്നിധ്യമുള്ള ഒരു ക്ഷേത്രം എന്നുള്ള രീതിയിൽ ഇവിടെ വലിയ തിരക്ക് അനുഭവപ്പെടാറുണ്ട് എന്ന കാര്യവും സൂചിപ്പിക്കുകയാണ്. അഞ്ച് ടീമിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന തിരുവാതിര കളി അല്പസമയത്തിനകം പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ അരങ്ങേറുന്നതാണ്. രാത്രി 9 മണിക്ക് വടശ്ശേരി പെരിങ്ങോട്ടിനത്ത് കൃഷ്ണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ കിടന്നു നൃത്തം ഉണ്ടായിരിക്കുന്നതാണ്. തുടർന്ന് സുപ്രസിദ്ധ
കാതികൻ സി എം.ആർ. പയ്യേട്ടം അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം കഥ വരരുചി. തുടർന്ന് തിരുവമ്പാടി ഭജനസമിതി അവതരിപ്പിക്കുന്ന ഭക്തി ഗാനാർച്ചന. ഇതുണ്ട് കുറി എന്നാലും കുറിയാ നമ്മള് എന്താ പറയാ ക്ഷേത്രത്തിൽ എല്ലാ ദിവസം വരലുണ്ടാ ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി അല്പസമയത്തിനകം പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള നല്ലൊരു നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ വന്നു കഴിഞ്ഞാൽ ഒരു വളരെ പോസിറ്റീവ് എനർജി ഉള്ള ഒരു ക്ഷേത്രമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അത് നമ്മളെ ക്ഷേത്രം അടുത്തുള്ള ക്ഷേത്രമായതുകൊണ്ടല്ല, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജി ഉള്ള ക്ഷേത്രമാണ്. ബാക്കിയുള്ളവർ പോയിക്കോട്ടെ. എടുത്തിട്ട് അത് കാണിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങളെ കാണിക്കാണ്ട് നിങ്ങള് അതെ അതെ ഇവിടെ വലിയ വനിതകളുടെ വലിയൊരു കൂട്ടായ്മയുള്ള ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം. അതുപോലെ തന്നെ നമ്മൾക്കറിയാലോ നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങളുടെ ആരാധനാലയത്തിന്റെ പ്രധാനപ്പെട്ട അതിന്റെ വളർച്ചയ്ക്ക് വലിയൊരു സേവനം നടത്തുന്നവരാണ് ഇവിടുത്തെ വനിതാ കമ്മിറ്റി. ഇവിടുത്തെ വനിതാ കമ്മിറ്റി വളരെ സജീവമാണ്. അവരുടെ നേതൃത്വത്തിൽ തിരുവാതിര, അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ കലാപരിപാടികളിലും അതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനത്തിന് ആവശ്യമായ സാമ്പത്തിക സ്രോതസ് കണ്ടെത്തുന്നതിലും വലിയ ഒരു പിന്തുണയായിട്ട് ഇവിടുത്തെ വനിതാ കമ്മിറ്റി മാറാറുണ്ട്. അവരുടെ സാന്നിധ്യം അവരൊക്കെ ഈ ദിവസം അവരുടെയും കൂടി ആഘോഷമാണ്. കാരണം അവരൊക്കെ പ്രത്യേക യൂണിഫോം ഒക്കെ ധരിച്ചുകൊണ്ട് ഇതൊക്കെ നിയന്ത്രിക്കാൻ ചിരിച്ചുകൊണ്ടാണ്. നമ്മൾക്കറിയാലോ ദാർഷ്ട്യത്തിന്റെ ഒരു ഭാഷ ഇവിടെ കാണാറില്ല എന്നതും നമ്മൾക്ക് കാണാൻ വേണ്ടി കഴിയും എന്നതും വലിയ സന്തോഷമാണ്. വളരെ ചിരിയോട് കൂടിയിട്ട് ആളുകൾ സ്വീകരിക്കാൻ ഇവിടുത്തെ എല്ലാവരും തയ്യാറാവുന്നു എന്നതും വളരെ എടുത്തു പറയേണ്ട കാര്യമാണ്. വനിതാ കൂട്ടായ്മയുടെ ശക്തി ഈ ക്ഷേത്രത്തിന്റെ വളർച്ചയിൽ വളരെ പ്രകടമാണ് എന്ന് പറയാനും പച്ചവെളിച്ചം ആഗ്രഹിക്കുകയാണ്. എന്നിട്ട് അതിന്റെ മുരളീധരക്ഷണ ലൈവാ നിന്നിട്ട് വർക്കല എങ്ങനെ ഉഷാറായിട്ട് പോകുന്നില്ലേ? വർക്കല വളരെ ഉഷാറായി കഴിഞ്ഞു. ഞങ്ങളെ കമ്മിറ്റി ഏറ്റെടുത്ത പണി യുദ്ധകാലാടിസ്ഥാനത്തിൽ തീർന്നമാതിരി ആണ് ഭക്തജനങ്ങൾ പറയുന്നത്. അതുപോലെ ഇനിയിലാണ് അടുത്ത പരിപാടി കാലേശ്വരിയാണ്. അതിൻ്റെ ഏകദേശം ഒരു 3 മാസത്തിനുള്ളിൽ അതിൻ്റെ പണി തുടങ്ങണമെന്നുള്ളൊരു ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ തയ്യാറെടുപ്പുകളും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതും ഇതുപോലെ തന്നെ ഈ കൊല്ലാവസാനം തീർക്കാൻ പറ്റുന്ന ദൈവാനുഗ്രഹം കൊണ്ട് ചെയ്യാൻ പറ്റുന്നുള്ള പ്രതീക്ഷയുണ്ട്. ഊട്ടുപുരയുടെ നിർമ്മാണം അതിന് പാചകശാല മാത്രം, അഗ്രശാലയല്ല, പാചകശാല. അതിന്റെ പ്രവർത്തനം പിന്നെ ഇതിന്റെ നമ്മുടെ ശിവരാത്രിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നടക്കുന്നുണ്ടല്ലോ അല്ലെ? അത് വളരെ ഭംഗിയായിട്ട് ഇന്നിപ്പോ 5 തിരുവാതിര ഉണ്ട്. ഈ തിരുവാതിര ശിവരാത്രി സമയത്ത് ഇവിടെ നടക്കാറില്ല. പക്ഷെ ഇത്തവണ ഒരു പുതുമയുണ്ട്. 5 തിരുവാതിരക്കളി ഇന്നാണ് നടക്കുന്നുണ്ട്. ക്ഷേത്ര അയ്യപ്പൻകുളത്തിന്റെ വടക്ക് വശത്ത് ഒരുക്കിയിട്ടുള്ളത് ഗ്രൗണ്ടിൽ നടത്തി ഇപ്പം ഏതാനും സമയത്തിനുള്ളിൽ നടന്നിട്ടുണ്ട്. 5 ടീമുകളുണ്ട്. അതുപോലെ തന്നെ കഥാപ്രസംഗം അല്ലെ? കഥാപ്രസംഗമുണ്ട്. അതെല്ലാം ഇത് അടുത്ത കാലത്തൊന്നും കഥാപ്രസംഗത്തിന്റെ ഒരു പരിപാടി ഈ അമ്പലത്തിൽ ഉണ്ടായിരുന്നില്ല. ഭക്തിഗാനമേളയായിരുന്നു. ഇപ്രാവശ്യം ഒരു പുതിയ ഒരു വെറൈറ്റി എന്നുള്ള രീതിയിൽ ആയിക്കോട്ടെ, സന്തോഷം. നമ്മൾ ഇത് ഒരു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ പ്രദേശത്തുള്ള കലാകാരികളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള കലാപരിപാടികളാണ് ഈ ക്ഷേത്രത്തിൽ പൊതുവെ നടത്താറുള്ളത്. വലിയ പൈസ കൊടുത്ത് പുറമേ നിന്നുള്ള ആളുകളെ കൊണ്ടുവന്നിട്ട് ഇവിടെ കലാസന്ധ്യ ഈ ആഘോഷങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടുത്തെ കമ്മിറ്റി തയ്യാറാവാറില്ല, ആഘോഷ കമ്മിറ്റി തയ്യാറാവാറില്ല. അവരെ നാട്ടിലെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനാവശ്യമായ പ്രവർത്തനമാണ് നടത്താറുള്ളത്. ഇപ്രാവശ്യം നമ്മുടെ നാട്ടിലുള്ള തിരുവാതിര അറിയാലോ, നമ്മുടെ സ്ത്രീകളൊക്കെ തിരുവാതിര എന്ന് പറയുന്ന ഓരോ പ്രദേശം കേന്ദ്രീകരിച്ച് ഓരോ ക്ഷേത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് തിരുവാതിര സംഘങ്ങൾ തന്നെയുണ്ട്. അങ്ങനെ നമ്മുടെ നാട്ടിൽ നിരവധി തിരുവാതിര സംഘങ്ങളുണ്ട്. അവരുടെ ഒക്കെ പിന്നെ ഇവിടുത്തെ ഉത്സവ ഘട്ടത്തിൽ ഓരോ ഘട്ടത്തിലും
അങ്ങനെയുള്ളവരുടെ കലാപരിപാടി നടത്താറുണ്ട്. ഇന്നും സ്ത്രീകളുടെ തിരുവാതിര ഇവിടെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിന്റെ ഒരു അഭിമാന കലയായിട്ടുള്ള കഥാപ്രസംഗം എന്ന് പറയുന്ന നാടൻ കല ഒരു കലയാണ് ഇപ്രാവശ്യം നമ്പ്യാത്രക്കോവിൽ ശിവക്ഷേത്രം ഇവിടെ സ്റ്റേജ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ അന്യം നിന്ന് പോകുന്ന കലാരൂപങ്ങളെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് മാതൃകാപരമായ പ്രവർത്തനം ഈ ക്ഷേത്രം നടത്തുന്നു എന്നതും വലിയ അഭിമാനത്തോടു കൂടിയിട്ടാണ് കാണേണ്ടത്. അതിനെയും ആ അർത്ഥത്തിൽ കാണാൻ വേണ്ടിയിട്ടാണ് പച്ചവെളിച്ചം തയ്യാറാവുന്നത്. ഏതായാലും നമ്മുടെ ശിവരാത്രി ദിനത്തില് രാത്രി നമ്മുടെ ഇവിടെ തിടമ്പ് നൃത്തമുണ്ട്. വളരെ നമ്മുടെ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. അത് നവീകരണ കലശ ദിനത്തിലും അതുപോലെ തന്നെ ശിവരാത്രി ദിനത്തിലുമുള്ള തിടമ്പ് നൃത്തം. ആ തിടമ്പ് നൃത്തം കുറച്ച് വൈകിയാണ് ഇവിടെ നടക്കുക. അതിലും വലിയ രീതിയിലുള്ള ഭക്തജന സാന്നിധ്യമുണ്ട്. പച്ചവെളിച്ചം അതും പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിന്റെ കാഴ്ചയും പ്രേക്ഷകരിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് പച്ചവെളിച്ചം തയ്യാറാവും എന്നാണ് പറയാനുള്ളത്. ഏതായാലും നമ്മുടെ ഹൈന്ദവ സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമായിട്ടുള്ള ശിവരാത്രി മഹോത്സവത്തെ വലിയ രീതിയിൽ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നമ്പ്യാത്രക്കോവിൽ ശിവക്ഷേത്രം തയ്യാറായിട്ടുള്ളത്. ചിട്ടയായ പ്രവർത്തനത്തിലൂടെ നമ്മുടെ ശിവരാത്രി ദിന മഹോത്സവം ഇവിടെ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഈ കമ്മിറ്റിക്ക് സാധിച്ചിട്ടുണ്ട്, ദേവസ്വം ബോർഡിന് സാധിച്ചിട്ടുണ്ട് എന്ന് അഭിമാനത്തോടു കൂടി പറയാനാണ് പച്ചവെളിച്ചം ആഗ്രഹിക്കുന്നത്. ഈ ക്ഷേത്രത്തിന്റെ മൊത്തം ആംബിയൻസ് തന്നെ എത്ര മനോഹരമാണ് എന്ന് പ്രേക്ഷകർ കാണുക. വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി നിലനിൽക്കുന്ന ഇതായിരിക്കണം നമ്മുടെ ഓരോ ആരാധനാലയങ്ങളും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നോക്കിലും വാക്കിലും അതുപോലെ തന്നെ പ്രവൃത്തിയിലും എല്ലാം ഗുണകരമായ ഒരു സമീപനം നിലവിൽ കാണാൻ വേണ്ടി കഴിയുന്ന ക്ഷേത്രം എന്നുള്ള രീതിയിൽ ശ്രീ നമ്പ്യാത്രക്കോവിൽ ശിവക്ഷേത്രത്തിന് ഏറെ പ്രാധാന്യമുണ്ട് എന്നാണ് പച്ചവെളിച്ചത്തിന് പറയാനുള്ളത്. വലിയ രീതിയിലുള്ള ഭക്തജന തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് എന്നതും കാണാതിരിക്കുന്നില്ല. കൂടുതൽ ഈ ലൈവ് നീട്ടുന്നില്ല. പച്ചവെളിച്ചത്തിന് വേണ്ടി രാജീവൻ പച്ച.